നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. വയലൻസ് 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 ഇത് മലയാളത്തിൽ ഇന്നുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വയലൻ്റായ ചിത്രം എന്നാണ് വിശേഷണം. ഉണ്ണി മുകുന്ദൻ്റെ മരണമാസ് പ്രകടനം മാർക്കോ സിനിമാ മേഖലയെ ഞെട്ടിക്കുകയാണോ? ഉണ്ണി മുകുന്ദൻ്റെ ബഹുഭാഷാ ചിത്രം മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും റിലീസായ സിനിമ ഇന്നലെ ഒരു ദിവസം കൊണ്ട് 10 കോടി രൂപയാണ് വാരിക്കൂട്ടിയത്. അണിയറ പ്രവർത്തകർ ലക്ഷ്യമിട്ടൊരു പ്രേക്ഷക സമൂഹമുണ്ട്. KGF-ഉം കിൽബില്ലും ആനിമലും ഒക്കെ കേരളത്തിലും ഇന്ത്യയിലും ഹിറ്റാക്കിയ ഒരു പ്രേക്ഷക സമൂഹം. അവർ കൃത്യമായി മാർക്കോയെ സ്വീകരിച്ചു എന്നുള്ളതാണ്. വാണിജ്യ വിജയമെന്നത് അത്യന്താപേക്ഷിതമായ വ്യവസായത്തിൽ മാർക്കോ വളരെ കൃത്യമായി ആ വഴിയിൽ യാത്ര ചെയ്യുകയാണ്. 2024 200-ൽ പരം സിനിമകൾ ഇറങ്ങിയതിൽ 22 എണ്ണങ്ങൾ മാത്രം നിർമ്മാതാവിന് ലാഭമുണ്ടായി കൊടുത്തു എന്നാണ് ഈ വർഷാവസാനം വരുന്ന കണക്ക്. ബാക്കിയുള്ളവയെല്ലാം തകർന്നരിപ്പണമാവുകയും ചെയ്ത വ്യവസായത്തിന് ഇത്തരം പുത്തൻ പരീക്ഷണങ്ങൾ ആവശ്യമല്ലേ? വിമർശനങ്ങൾ അതിജീവിച്ച് കുതിച്ചു കയറുന്ന മാർക്കോ മലയാള സിനിമയ്ക്ക് പുതിയ മേഖലകൾ തുറക്കുന്നു. ഈ വിഷയമാണ് ഈ ഒരു മണിക്കൂർ ചർച്ച ചെയ്യുന്നത്. നടൻ ജഗദീഷ് മാർക്കോയിൽ ടോണി ഐസക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. സജി നന്ദ്യാട്ട് നിർമ്മാതാവ് ചേരും. ശ്രീ അശ്വന്ത് കോക്ക് യൂട്യൂബർ ചർച്ചയുടെ ഭാഗമാകുന്നു. രാഹുൽ ഈശ്വരും ചേരും. ഒപ്പം രാഹുൽ മുരളിയുണ്ട്, ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ്റെ പ്രതിനിധി. ആദ്യം ശ്രീ ജഗദീഷിലേക്ക്. ജഗദീഷ്, ടോണി ഐസക് എന്ന കഥാപാത്രമാണ് ഇതിൻ്റെ ഈ കണ്ടവർ വലിയ അഭിപ്രായങ്ങൾ പറയുന്നു. താങ്കൾ ഈ വർഷങ്ങളിൽ ചെയ്ത ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് ഒക്കെ മുകളിലുള്ളൊരു കഥാപാത്രമായി മാറുകയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള പ്രതികരണം, ഒപ്പം സിനിമ വമ്പൻ ഹിറ്റും അങ്ങനെയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ കൂടുതലും എന്റെ സംവിധായകൻ ഹനീഫ് അദേനിക്ക് കൊടുക്കുകയാണ്. കാരണം അദ്ദേഹമാണ് കൺസീവ് ചെയ്തത് ടോണി ഐസക് ജഗദീഷ് ചെയ്യട്ടെ എന്ന്. സാധാരണഗതിയിൽ എന്നെ കൊണ്ട് ഇത്തരം റോളുകൾ ചെയ്യിക്കാൻ ഒരു സംവിധായകൻ അല്പം മടി തോന്നും. കാരണം വെച്ചാൽ എന്റെ ഇമേജ്, കാരണം ഞാൻ സെന്റിമെന്റൽ ഇമോഷണലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രത്തെ എന്നെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് എന്നിലൊരു വിശ്വാസം വേണം. അത് ക്യാരക്ടർ എൻ്റെ അടുത്ത് നെറേറ്റ് ചെയ്തപ്പോൾ ആ ക്യാരക്ടറിന്റെ ഡെപ്ത് എനിക്ക് മനസ്സിലായി, അതിന്റെ ഇന്റൻസിറ്റി എനിക്ക് മനസ്സിലായി. അത് ചെയ്യാൻ എനിക്കൊരു ആവേശം ഉണ്ടായിരുന്നു, ഒരു ത്രില്ലുണ്ടായിരുന്നു, ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിപ്പറേഷനും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണ്. ആ ക്യാരക്ടർ തുടക്കം മുതൽ അവസാനം വരെയുള്ള അതിന്റെ ആ ട്രാവൽ പ്രേക്ഷകരെ അതിനോടൊപ്പം സഞ്ചരിച്ചു എന്ന് അറിയുമ്പോൾ, മറ്റു കഥാപാത്രങ്ങളോടൊപ്പം തന്നെ എൻ്റെ കഥാപാത്രവും ഏറ്റെടുത്തു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നടന്റെ ഒരു ത്രില്ലുണ്ടല്ലോ. വിശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥാപാത്രം കിട്ടിയതിന്റെ ഒരു വളരെ അധികം സന്തോഷത്തിലാണ് ഞാൻ. ഈ സിനിമയ്ക്ക് വേറെ പ്രത്യേകതകളുണ്ടല്ലോ ശ്രീ ജഗദീഷ്. കാരണം മലയാള സിനിമ ഇതുവരെ സഞ്ചരിക്കാത്ത ട്രാക്കിലൂടെ പോകുന്നു. അത് ബഹുഭാഷാ ചിത്രമായി ഇറങ്ങുന്നു. മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-200 സിനിമകൾ ഇറങ്ങുന്നതിൽ 22 സിനിമകൾ മാത്രം മുടക്കുമുതൽ തിരിച്ചു പിടിച്ചൊരു വർഷമാണ്. ഇവിടെ ഇത്തരം പരീക്ഷണങ്ങൾ കൂടി അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കൂട്ടം പ്രേക്ഷക സമൂഹമുണ്ട്. നമുക്കറിയാം KGF അടക്കമുള്ള സിനിമകൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ തരംഗം പണം വാരിക്കൊണ്ടുപോയത്. അപ്പോൾ അത്തരം പ്രേക്ഷകരെയും ലക്ഷ്യമിട്ട് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് മലയാള സിനിമയ്ക്കും ഒരു ഉണർവാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം KGF പോലുള്ള ചിത്രങ്ങൾ മലയാളികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ബാഹുബലി ആയിക്കോട്ടെ, വലിയ പാൻ ഇന്ത്യൻ ചിത്രങ്ങളെല്ലാം തന്നെ കേരളത്തിലും വളരെ വലിയ റിസപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കും ഇതൊക്കെ കഴിയും എന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരം ഹനീഫ് അദേനിയും ഷെരീഫ് മുഹമ്മദും ഉണ്ണി മുകുന്ദനും എല്ലാം ചേർന്ന് അത് ഒരു അർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. മലയാളികളെ കൊണ്ടും ഇത് പറ്റും. ഒരു പാൻ ഇന്ത്യൻ സിനിമ, അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലും എടുക്കാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിനിമ എന്ന അർത്ഥത്തിൽ വേണമെങ്കിലും ഇതിനെ കണക്കാക്കാം. കാരണം അത്രത്തോളം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ആക്ഷന്റെ കാര്യത്തിലായിരുന്നാലും മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളിലായിരുന്നാലും തന്നെ, മ്യൂസിക്കിന്റെ കാര്യത്തിലായിരുന്നാലും, എഡിറ്റിംഗിന്റെ കാര്യത്തിലായിരുന്നാലും, ക്യാമറ വർക്കിന്റെ കാര്യത്തിലായിരുന്നാലും, ആക്ഷൻ കൊറിയോഗ്രഫിയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ അതിന്റെ ആ ടോണ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റൈലില് ആണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ, ഇതിന്റെ വയലൻസ് എന്നൊക്കെ പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയെന്ന് ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആ വയലൻസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷെ ഇത് ലോകം മുഴുവനുള്ള വയലൻസ് ആണ്. ആ വയലൻസ് ഈ രീതിയിലാണ് ഞങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതൊരു അഡൾട്ട്സ് ഉള്ള സിനിമയാണ്. ഞാൻ കുട്ടികൾ ഒരു കാരണവശാലും ഈ ചിത്രം കാണരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റും എൻ്റെ ആഗ്രഹവും. കാരണം കുട്ടികൾ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ട് അവർക്ക് ഈ ചിത്രം കാണാം. അതുകൊണ്ട് ഒരു രീതിയിലും ആരും ഇൻസ്പയർഡ് ആകാൻ പാടില്ല. പക്ഷെ വയലൻസ്
വയലൻസ് ഈ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കും. അപ്പം മനുഷ്യന്റെ ഒരു സിനിമ എന്നുള്ളൊരു മാധ്യമത്തിൽ ഇത്തരം കാഴ്ചകളൊക്കെ ഉണ്ടാവും. അത് ലോക സിനിമയിലും ഉണ്ട്. അതുകൊണ്ട് അതിനെ ജസ്റ്റിഫൈ അല്ല, വയലൻസിനെ ജസ്റ്റിഫൈ അല്ല, സിനിമയിലെ വയലൻസിനെ മാത്രമാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഈ വയലൻസ് നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല, സിനിമയിലെ ഒരു കാര്യവും ആരും കോപ്പി ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് ഈ വിമർശനങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഈ വിമർശനങ്ങൾ ഉയരുമ്പോഴും നമ്മൾ വലിയ വലിയ വയലന്റ് ചിത്രങ്ങളെ, ഒരുപാട് ചിത്രങ്ങളെ സ്വീകരിച്ച ഒരു പ്രേക്ഷക സമൂഹം കൂടിയാണ്. അപ്പോൾ ഈ കാണാൻ ആഗ്രഹമുള്ളവർക്ക്, ഇത്തരം ചിത്രങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ പോയി കണ്ടാൽ മതി, മറ്റുള്ളവർക്ക് മാറി നിൽക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല നല്ലത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇത് വളരെ സ്ട്രിക്ട്ലി ഫോർ അഡൾട്ട്സ് ഓൺലി എന്നുള്ള സെൻസർ ബോർഡിന്റെ കർശനമായ നിർദ്ദേശവും താക്കീതുണ്ട്. അത് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർ ഈ സിനിമ കാണാൻ പാടില്ല, ഒന്ന്. പിന്നെ വയലൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് പറയല്ല, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുകയല്ല. മഹാഭാരതത്തിൽ വയലൻസ് ഉണ്ട്. ഇവിടെ ഏത് തരത്തിലാണെങ്കിലും നന്മ തിന്മ പോരാട്ടം, ഇതിവിടെ നന്മ തിന്മ പോരാട്ടം എന്ന് പറയാൻ പറ്റില്ല, തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്ന് വേണമെങ്കിലും ഈ ചിത്രത്തിനെ വിശേഷിപ്പിക്കാം. കാരണം ആ തരത്തിലുള്ള ആരും നന്മയുടെ പ്രതീകങ്ങളായി ഈ സിനിമയിൽ വരുന്നില്ല. അപ്പോൾ തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ വേറൊരു രീതിയിൽ പോസിറ്റീവ് സൈനായിട്ട് എടുക്കാം. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുന്നുള്ള ഒരു സൂചന വേണമെങ്കിൽ ഇതിലൂടെ വായിച്ചെടുക്കാം. അപ്പോൾ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യല്ല, ഈ വഴിയിലൂടെ തിരിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സന്ദേശം കൂടി അങ്ങനെ സന്ദേശം ആവശ്യപ്പെടുന്നവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ വയലൻസ് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ തിയേറ്ററിൽ കയറുമ്പോൾ തിയേറ്റർ പിന്നെ ഒരു ക്ലോസ്ഡ് ഡോസിനകത്തിരുന്ന് കാണുമ്പോൾ ഒരു ഫീല് എന്ന് പറയുന്ന ആ എൻവയൺമെന്റ് എന്ന് പറയുന്ന തിയേറ്റർ എൻവയൺമെന്റ് എന്ന് പറയുന്ന അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിന് പ്രേക്ഷകർ കൈയടിക്കാൻ തോന്നുന്നുണ്ട്, പ്രേക്ഷകരെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സിനിമയാണ്. അത് ആവേശത്തോടെ ഒരു ഉത്സവമായിട്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്ദി ശ്രീ ജഗദീഷ്. വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ടോണി ഐസക്കിലൂടെ പ്രേക്ഷകർ ഞെട്ടിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ പോലും പല ജോണറുകളുള്ള പടം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അത് വളരെ കൃത്യമായി പ്രേക്ഷകൻ എന്താണ് വേണ്ടത് അത് നൽകുന്ന സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, നിർമ്മാതാക്കൾ, നടന്മാർ അവരാണ് വളരെ കൃത്യമായി തന്നെ മലയാള സിനിമ നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആറ്റിറ്റ്യൂഡുകൾ മാറി വരുന്നുണ്ട്. അന്യഭാഷ ചിത്രങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മലയാളത്തിൽ സ്വാധീനം ചെലുത്താനാവുന്നുണ്ട്. പണം വാരിക്കൊണ്ട് പോകുന്നുണ്ട്. ഒപ്പം ഇത്തരം സബ്ജക്റ്റുകളും നമ്മളെ വല്ലാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആകർഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിനെ. അശ്വന്ത് കോക്ക്, യൂട്യൂബർ, അദ്ദേഹം ടെലിഫോണിലുണ്ട്. അശ്വന്ത് കോക്ക്, സ്വാഗതം ഈ ചർച്ചയിലേക്ക്. നമുക്കറിയാം അശ്വന്ത് കോക്ക് പലപ്പോഴും സിനിമകളുടെ നിശിത വിമർശനത്തിൻ്റെ ആളാണ്. പക്ഷേ താങ്കളുടെ ഈ സിനിമയുടെ യൂട്യൂബ് റിവ്യൂ ഞാൻ കാണുമ്പോൾ വളരെ കൃത്യമായി തന്നെ താങ്കൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർന്നാണ്. കാരണം എന്താണൊരു പ്രേക്ഷക സമൂഹത്തിന് വേണ്ടത് അത് വളരെ കൃത്യമായ അളവിലും കോലിലും വെച്ച് കൃത്യമായി പാകം ചെയ്ത് കൊടുത്ത ഒരു സിനിമ അല്ലേ? അതാകും ഒരു പക്ഷേ പ്രേക്ഷക സമൂഹം, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ തിയേറ്ററുകളിലേക്ക് കഴിഞ്ഞ 2 ദിവസമായി ഇടിച്ചു കയറുന്നതിന് കാരണം. അശ്വന്ത്, അതെ, തീർച്ചയായിട്ടും ഈ സിനിമ പിച്ച് ചെയ്ത മുതൽ, ഇത് ലോഞ്ച് ചെയ്ത മുതൽ, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അണിയറ പ്രവർത്തകർ കൃത്യമായിട്ട് ഈ സിനിമയുടെ ജോൺറ എന്താണ്, ഇത് മോസ്റ്റ് വയലന്റ് സിനിമയാണ് എന്ന രീതിക്ക് തന്നെയാണ് അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഈ സിനിമയ്ക്കുണ്ട്. അവരാണ് ഈ സിനിമ ആദ്യ ദിനം തന്നെ പോയി കണ്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി അത് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണാതിരിക്കാം. അതൊക്കെ ഓരോ ആളുകളുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. പിന്നെ ഇതിൽ കൃത്യമായിട്ട് ഇതിന് റെഗുലേഷൻസ് ഉണ്ട്. ജഗദീഷ് സാർ പറഞ്ഞ പോലെ 18+ ആണ് സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രായമുള്ള ആളുകൾ ഇത് കണ്ടാൽ മതി. അത് കാണാൻ താല്പര്യം, ഇനി 18 വയസ്സുള്ള എല്ലാ ആളുകളും കാണണമെന്നും ആരും പറയുന്നില്ല. താല്പര്യമുള്ള ആളുകൾക്ക് കാണാം, അല്ലാത്തവർ കാണാതിരിക്കാം. ഇതിൻ്റെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം കൂടി വളരെ പ്രധാനമാണല്ലോ. അവരാദ്യം മുതൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ എല്ലാ ഭാഷകളും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ KGF അടക്കമുള്ള ഒരുപാട് സിനിമകൾ മലയാള പ്രേക്ഷകർ സ്വീകരിച്ചതാണ്. ഇവിടെ ഒരുപാട് പണം വാരി പടങ്ങളായി മാറുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്വഭാവം കൂടി മലയാള സിനിമയുടെ തലങ്ങൾ പല മേഖലകളിലേക്ക് തുറക്കുകയാണ്. നമുക്കും ഇത്തരം സിനിമകൾ സാധിക്കുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതിപ്പോൾ ഹിന്ദിയിലൊക്കെ സ്വീകാര്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കളക്ഷൻ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായി തന്നെ സിനിമ സ്വീകരിക്കുന്നു. ഇനി മറ്റ് ഭാഷകളിലേക്ക് വരും ദിവസങ്ങൾ റിലീസാവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് മലയാള സിനിമയുടെ തുടങ്ങിയ യാത്രയുടെ ഒരു തുടർച്ചയായി കൂടി ഈ സിനിമയെ കാണാം. അശ്വന്ത്, അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സിനിമ ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു ഭാഷയിൽ ഇറക്കിയിട്ട് അത് ചുമ്മാ ഡബ് ചെയ്ത് ഇറക്കിയിട്ട് കാര്യമില്ല. അതായത് ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്ത് ഈ ആളുകളെല്ലാം തന്നെ പല ഭാഗത്തുള്ള പല ഭാഷകളിൽ സിനിമ കാണുന്ന ആളുകൾക്ക് തന്നെ സ്വീകാര്യമാവുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും ഒരു തീമും ഉണ്ടെങ്കിൽ മാത്രമേ അത് പാൻ ഇന്ത്യൻ എന്ന രീതിക്ക് ഒരു വിജയിക്കുള്ളൂ.
അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വയലൻസിന്റെ ഒരു ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേയറ്റം കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അത്തരം സിനിമ കാണാൻ താല്പര്യമുള്ള വലിയ ഒരു പ്രേക്ഷകർ ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഹിന്ദിയിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ആനിമൽ ഭീകരമായിട്ടുള്ള വയലൻസ് കാണിച്ചുള്ള സിനിമയാണ്. അത് വലിയ രീതിയിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. പിന്നെ എല്ലാവരും പറയുന്ന KGF, ഇപ്പോൾ തമിഴിലുള്ള സിനിമകളുണ്ട്, ജയിലറിൽ ഭീകരമായിട്ടുള്ള വയലൻസ് ഉണ്ട്, വിക്രത്തിലുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ ധാരാളമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ സംഭവിക്കാം, ആർക്കും സിനിമ എടുക്കാം. പക്ഷേ അത് ഇത്രയും കൺവിൻസിംഗ് ആയിട്ട് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിൽ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒരു സിനിമ വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ എടുത്തു പറയേണ്ടത് അനീഫ് അദേനിയുടെ മേക്കിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസും. കാരണം ഇത് ഒരാൾക്ക് താങ്ങാൻ പറ്റണം, എല്ലാ ആളുകൾക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ അത് ആ ഒരു പ്രസൻസ് ആളുകൾക്ക് ഒരു ഫീൽ ചെയ്താൽ മാത്രമേ ആ സിനിമ ആക്സെപ്റ്റബിൾ ആവൂ. അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും. ശ്രീ രാഹുൽ മുരളി കൂടിയുണ്ട്. അദ്ദേഹം ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. രാഹുൽ, ഉണ്ണി മുകുന്ദൻ എന്ന നടൻ, ആ നടന്റെ ഒരുപാട് തലങ്ങളിലുള്ള, നേരത്തെ നമ്മൾ കണ്ടതാണ്, 100 കോടിയെ കടന്ന പടങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ പുതിയൊരു പരീക്ഷണം അദ്ദേഹം സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്നു എന്ന ഫീൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ് വലിയൊരു ആരാധകനായ രാഹുൽ അതിനെ അംഗീകരിക്കുന്നത്? ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു മാറ്റം, ഇപ്പോൾ നമുക്കറിയാം മാളികപ്പുറത്ത് നിന്നൊക്കെ മറ്റൊരു തലത്തിലേക്ക് ഒരു ആക്ഷൻ ഹീറോ ആയി ഉണ്ണി മുകുന്ദൻ പൂർണ്ണമായുള്ള ആക്ഷൻ ഹീറോ ആയി മാറുമ്പോഴുള്ള മാറ്റം, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഉണ്ണിയുടെ ഫസ്റ്റ് വന്ന കാലഘട്ടം തൊട്ട് ആളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഫാൻസിൽ വന്നത്. അന്നുകൊണ്ടുള്ള വളർച്ചയും പരാജയങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പോ മാർക്കോടെ വിജയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. കാരണം ഇത്രയും മാളികപ്പുറത്തിന് ശേഷം നമുക്ക് അത്രയും വലിയൊരു ഹിറ്റും കാര്യങ്ങളും കിട്ടുന്നത് കുറെ നാൾക്ക് ശേഷമാണ്. ഇപ്പോ 2022 ക്രിസ്മസ് നമ്മളെടുത്തു, 2024 ക്രിസ്മസ് നമ്മളെടുത്തു, നെക്സ്റ്റ് ക്രിസ്മസും നമ്മൾ തന്നെ എടുക്കും. ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഉണ്ണിയുടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കുള്ള ഒരു വളർച്ച. ഇപ്പോ നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ മാർക്കോടെ അതർ ലാംഗ്വേജസ് 25-ആം തീയതി കൂടി റിലീസാവും. ഇപ്പൊ മലയാളവും അതേപോലെ തന്നെ ഹിന്ദിയാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ആയിരിക്കുന്നത്. അന്ന് എല്ലാവരും നമുക്ക് വേൾഡ് വൈഡ് നല്ല റെസ്പോൺസ് ആണ്. പല തിയേറ്റേഴ്സിലും അഡീഷണൽ ഷോസ്, ടിക്കറ്റ് കിട്ടാത്ത ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ടിക്കറ്റ്സ് ഒക്കെ എങ്ങനെയും സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം. കാരണം മുമ്പ് ഒരുപാട് നമ്മളെ കളിയാക്കിയവർ പോലും ഇന്ന് കൈയടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായില്ല, എങ്ങനെയാണ് അതിനെ? കാരണം ഇപ്പോൾ ഉണ്ണി തന്നെ ഇന്നിപ്പോൾ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. താൻ ഇത്തരം കോക്കസുകളുടെ ഒന്നും ആളല്ല എന്നും തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്നും സിനിമ മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത് എന്നും, പക്ഷേ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യപ്പെട്ട ആളാണ് എന്നുമൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ താങ്കൾക്കും ഈ അനുഭവം പറയുമ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് ഈ സിനിമകളോടുള്ള സമീപനത്തിലുള്ള വ്യത്യാസമാണോ അതോ പേഴ്സണലായുള്ള അറ്റാക്കാണോ? നല്ല കണ്ടന്റ് കൊടുക്കുമ്പോൾ സ്വീകരിക്കാനുള്ള മനസ്സുള്ള ആളുകളാണ് എന്നിപ്പോൾ വ്യക്തമായിക്കോളും. സ്വാഭാവികം എന്താണ് വേണ്ടത് എന്നുള്ളത് അതിലേക്ക് കൃത്യമായി തന്നെ പ്രേക്ഷകരെ എത്തിക്കുക, അത്തരം തീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത്തരം കണ്ടന്റുകൾ കൊടുക്കുക എന്നതിൽ വിജയിച്ചു. അതിനു മുമ്പ് സംഭവിച്ചില്ല എന്നുള്ളതാണോ? അല്ലല്ല, അങ്ങനെയല്ല. കാരണം വെച്ചാൽ ഇപ്പോ പ്രേക്ഷകർക്ക് ഇപ്പോ ഓരോ കാലഘട്ടങ്ങളും ഓരോ ചേഞ്ച് ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ മാളികപ്പുറം വന്നപ്പോഴായാലും അതിന്റെ ആ ഒരു തീം എടുത്തിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആളാ രീതിയിലേക്ക് തന്നെ വിട്ടു. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ മാർക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് മാർക്കോ എന്നുള്ള പടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ താല്പര്യം. മുമ്പത്തെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ സംസാരിക്കാൻ എനിക്ക് കൂടുതൽ താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരാജയങ്ങളും കാര്യങ്ങളും മുന്നോട്ട് നേരിട്ടിട്ടുണ്ട്. അതിന്റെ ആള് ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓരോ ടൈമിലും ഓരോ മാറ്റങ്ങളാണല്ലോ. തീർച്ചയായും. അശ്വന്ത്, ഇങ്ങനെ ഈ സിനിമകൾക്ക് ഈ സിനിമ ഇറങ്ങിയപ്പോഴും നമുക്കറിയാം വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇത് ഏത് ജോണറിലുള്ള പടമാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പോഴും ചില ഇതുവരെ അതിൻ്റെ ഒരു പക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കൂടുതലായി വന്നേക്കാം. വയലൻസിനൊരു പരിധിയിലെ പ്രേക്ഷകരുടെ ഹിംസാത്മകയെ ഉത്തേജിപ്പിക്കുന്നു, കാരണം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വയലൻസിനെ ഉണർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കയ്യടി, തിയേറ്ററിൽ ലഭിക്കുന്ന കയ്യടിയൊക്കെ വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ. അതിപ്പോൾ ഏത് സിനിമ ഇറങ്ങുമ്പോഴും അതിൻ്റെ നെഗറ്റീവ്, അതിൻ്റെ വശങ്ങളെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ചെയ്തികളായി മാത്രം കണ്ടാൽ മതിയോ അതോ ഇതിനെ നിയമത്തിൻ്റെ പല പടങ്ങളിലും ഇതിനു മുമ്പ് ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി കാണണോ?
അല്ല, രണ്ട് തലത്തിലും അത് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം, ഇത്തരം സിനിമകൾ കണ്ടിട്ട് ആളുകൾ കൂടുതൽ വയലന്റ് നേച്ചർ കാണിക്കുന്നു, ആളുകൾ കൂടുതൽ ക്രൈമിലേക്ക് പോകുന്നു എന്നുള്ള ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള വാദങ്ങൾ കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് സിനിമയായാലും ഏത് കലാരൂപമായി കഴിഞ്ഞാൽ ആ കലാരൂപത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലാതെ സൊസൈറ്റി നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിനിമ എടുക്കണം, മറ്റെന്തെങ്കിലും ഒരു കലാരൂപം ഉണ്ടാക്കണം എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ കണ്ടിട്ട് നേരെ ഒരാൾ ഒരു ചർച്ചിലേക്ക് കയറിപ്പോയിട്ട് ഉണ്ണിമൂന്തൻ ചെയ്ത പോലെ ഞാൻ രക്തം കൊണ്ട് കുളിപ്പിക്കും, മണ്ണ് കൊണ്ട് മൂടും എന്നൊക്കെ പറയും, തീ കൊണ്ട് കത്തിക്കും എന്നൊക്കെ പറയുന്ന ആരും വിശ്വസിക്കുന്നുണ്ടോ? ക്രൈം നടക്കുന്നത്, സൊസൈറ്റിക്കകത്ത് ക്രൈം നടക്കുന്നത് അത് ഡെയിലി ബേസിസിൽ നടക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും റേപ്പ് നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൽഹി ഗാങ് റേപ്പ് നടന്ന സമയത്ത് അതിൽ കാണിച്ചുള്ള ബ്രൂട്ടാലിറ്റി, അത്രയും ബ്രൂട്ടാലിറ്റി ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രം. അങ്ങനെയൊന്നും ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റും, റിയൽ ലൈഫിൽ സംഭവിക്കുന്ന സിനിമയിൽ കാണിക്കാൻ പറ്റും എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം ദൃശ്യം ഇറങ്ങിയ സമയത്ത് പറഞ്ഞു ആളുകൾ ഇതുപോലെ ക്രൈം ചെയ്തിട്ട് ആളുകളെ കുഴിച്ചു മൂടുന്നു. ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് കൊലപാതകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ദൃശ്യം മോഡൽ എന്ന് പേര് വരികയും ചെയ്തു. അശ്വന്ത്, അതെ, അല്ല, അത്തരം കൊലപാതകങ്ങൾ മുമ്പും നടക്കുന്നുണ്ടെന്നേ. ദൃശ്യം റെഫറൻസ് ആയതുകൊണ്ട് അതിനുശേഷം ദൃശ്യം മോഡൽ എന്നൊരു ഈസി ആയിട്ട് ഒരു കാഷ് വേർഡായിട്ട് പറയുന്നത് മാത്രം, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുപോലെ ഈ സിനിമ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല. സിനിമ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു മാധ്യമമാണ്. അത് താല്പര്യമുള്ള ആളുകൾ കാണുക, കാണാതിരിക്കുക. പിന്നെ കുട്ടികളുടെ കാര്യം ഇവിടെ കൃത്യമായിട്ട് നിയമം മൂലം വിലക്കിയിട്ടുണ്ട്. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. രാഹുൽ ഈശ്വർ കൂടി. രാഹുലെ, നമ്മുടെ ഈ സിനിമകളുടെ മാറി മാറി വരുന്ന അഭിരുചികൾക്കനുസരിച്ച് സിനിമകളുടെ കണ്ടന്റുകൾ എങ്ങനെ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഈ പടം അവർ തന്നെ അവരുടെ ടാഗ് ലൈനിൽ വളരെ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, ഏറ്റവും ഇതുവരെ കാണാത്ത വയലൻസ് ഉള്ള ചിത്രം എന്ന് പറയുന്നു. അത് ഒരു പക്ഷേ അങ്ങനെ നേരത്തെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അത്തരം സിനിമകൾക്കൊക്കെ പ്രേക്ഷകർ അത്രത്തോളം ആകർഷകരായി തിയേറ്ററുകളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാർ ഇടിച്ചു കയറുകയാണ് തിയേറ്ററുകളിലേക്ക്. ഈ ഇന്ത്യയിൽ മുഴുവൻ ഉള്ള ഭാഷകളിലും സിനിമ റിലീസാകുമ്പോൾ അവിടെയൊക്കെ ഈ സിനിമയ്ക്ക് സ്വീകാര്യത കിട്ടുന്നു. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഷോകൾ കൂടുതൽ നടത്തുന്നു. ഏതാണ്ട് 85% മുകളിൽ ഒക്കുപ്പൻസി എല്ലാ തിയേറ്ററുകളിലും ഉണ്ടാകുന്നു. 10 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസം കളക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് സിനിമയിലെ, നമ്മുടെ മലയാള സിനിമയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നതിൻ്റെ ഉദാഹരണമല്ലേ? മാർക്കോ മലയാളത്തിന്റെ ഒരു KGF എന്ന രീതിയിൽ മാറുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ ആനിമൽ പോലുള്ള സിനിമകൾ നാഷണൽ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഉണ്ണി മൂന്തന്റെ ഒരു സുഹൃത്തും പരിചയക്കാരൻ എന്ന രീതിയിലും ഉണ്ണിയെ വളരെ ആദരവോടെയും ആരാധനയോടെയും കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും വളരെ സന്തോഷമാണ്. സിനിമയുടെ കോണ്ടന്റിനെ കുറിച്ച് നമുക്ക് എന്നും തർക്കിക്കാം. നമ്മൾ ഈ സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ 20-25 വർഷം ഒരുപാട് നന്മയുള്ള സിനിമകൾ എടുത്തു. അതെല്ലാം കണ്ട് നമ്മൾ നന്മയുള്ള ശ്രീരാമനും മഹാത്മാഗാന്ധി ഒന്നും ആയില്ലല്ലോ. തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഒരു മാസ് മീഡിയയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ശ്രീ ജഗദീഷ് സാർ വളരെ ശരിയായി പറഞ്ഞതുപോലെ 18 വയസ്സിന്റെ താഴെയുള്ള ഇംപ്രഷനബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം. ഇതിന് ചെക്സ് ആൻഡ് ബാലൻസസ് വേണം. ഒരു പരിധിക്കപ്പുറം വയലൻസ് നല്ലതല്ല. അതൊക്കെ തത്വാധിഷ്ഠിതമായ സത്യമാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരു മാസ് എന്റർടൈനർ ആണ്. അതിന് മാസിന്റെ ചേരുവകൾ വേണം. പ്രണയത്തിന്റെ, അല്ലെങ്കിൽ മാസിന്റെ, സ്റ്റണ്ടിന്റെ, കുറെ വയലൻസിന്റെ. ഇപ്പൊ ആനിമലിനെതിരെ ജാവേദ് അക്തർ സാർ അടക്കമുള്ള ഒരുപാട് പേർ വളരെ ഇൻഫോംഡ് ആയിട്ട് വിമർശനമാണ് വന്നത്. പക്ഷേ ഗംഭീരമായ സിനിമയായിരുന്നു ആനിമൽ. അല്ലെങ്കിൽ മുമ്പ് ഇറങ്ങിയ കബീർ സിംഗ്, അത് മെയിൽ ഷോവനിസം ആണ് എന്ന് പറയുന്ന വിമർശനം വരികയുണ്ടായി. KGF അടക്കമുള്ള സിനിമകൾ അങ്ങനെ ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്നു. പക്ഷെ ആ ലെവലിലേക്ക് ഒരു പാൻ ഇന്ത്യൻ മലയാളം സിനിമ വരുന്നുണ്ട് എന്ന് പറയുന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ഉണ്ണിമൂന്തൻ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ ഷഫീഖിന്റെ സന്തോഷം ഒരു സിനിമയാണെങ്കിൽ മാളികപ്പുറം മറ്റൊരു സിനിമയാണ്, മാർക്കോ മറ്റൊരു സിനിമയാണ്. ആ രീതിയിൽ വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഒരു മലയാള സിനിമാ പ്രേക്ഷകർ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നത്. സിനിമയെക്കുറിച്ച് എത്തിക്കലായൊരു ഡിബേറ്റ് നമുക്ക് എന്നും ഉണ്ടാകാം. എവിടെയൊക്കെയാണ് നമ്മൾ പരിമിതികൾ വെക്കേണ്ടത്, സെക്സും വയലൻസും എക്സ്പോഷറും തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്മണരേഖ വേണോ? അല്ല, അതിലിപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ അതിലൊക്കെ എത്ര അർത്ഥമുണ്ടെന്നുള്ളതാണ് രാഹുൽ. കാരണം ഈ ചെറുപ്പക്കാർക്കായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇതൊക്കെ നമ്മുടെ ഈ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലമാണ്. മൊബൈലിലൂടെ പല സൈറ്റുകളിലൂടെയും മറ്റും. അതിന് അവർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ട കാര്യമില്ല. പക്ഷേ കണ്ടന്റ് വൈസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് വളരെ കൃത്യമായി തന്നെ. ഇപ്പോൾ എന്നോട് ഈ സിനിമ ഞാനും ആ സിനിമ കണ്ട ആളാണ്. ഒരു പ്രേക്ഷകൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം കൊലപാതകം നടത്തുന്ന ആളെ തിരിച്ച് അതേ ആംബിയൻസിൽ, അതേ രീതിയിൽ, അതേ ക്രൗര്യത്തോടു കൂടി അടിക്കണം, കൊല്ലണം എന്നുള്ള മനസ്സുകൂടി, അതായത് ആ ഒരു മനോഭാവം കൂടി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്താണ്
തിയേറ്ററിലിരുന്ന് പ്രേക്ഷകനെ അത്രത്തോളം എന്താണ് അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിക്കാണ് ആ പടം വിജയിക്കുന്നത് എന്ന് വേണം കണക്കാക്കാൻ. നമ്മൾ അങ്ങനെയാണല്ലോ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നാളത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാളെ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് നാളെ വൈകിട്ടത്തേക്ക് ഞാൻ മാർക്കോട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ കോണ്ടന്റ് കോണ്ടെക്സ്ച്വൽ ആയാൽ മതി. അതായത് കോണ്ടന്റ് ആണെങ്കിൽ വയലൻസ് ആണെങ്കിലും ഗ്ലാമർ ആണെങ്കിലും പാട്ടാണെങ്കിലും അതിൽ കോണ്ടെക്സ്ച്വൽ ആകുകയും നമുക്കൊരു താതാത്മ്യം പ്രാപിക്കുകയും വേണം. പിന്നെ ഒരു സൈക്കോളജിക്കലി ഒരുപാട് തിയറീസ് ഉണ്ട്. കഥാർസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആ ദേഷ്യവും ക്രൗര്യവും സിനിമ കാണുന്നതിലൂടെ റിലീസ് ചെയ്യപ്പെടുന്നു തുടങ്ങിയ ഒരുപാട് പഠനങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു അക്കാഡമിക് ലെവൽ മാത്രമാണ്. സാധാരണക്കാരന് അവന്റെ പൈസ വസൂലാകണം, അവന് സിനിമ കണ്ട് ഇഷ്ടപ്പെടണം, അതിൽ നിന്ന് കുറെ കണ്ടന്റ് ആത്മാവിനെ ടച്ച് ചെയ്യണം, കുറച്ച് കരയണം, കുറച്ച് ചിരിക്കണം, കുറച്ച് കൈയടിക്കണം. ഈ സാധാരണ വികാരത്തോടെയല്ലേ നമ്മളെല്ലാം പോകുന്നത്. അല്ല നമ്മളെല്ലാം അക്കീറ കുറസോവയുടെ സിനിമകൾ എങ്ങനെയാണ് എന്ന് കണ്ട് പഠിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു രസം ഉണ്ടാകണം. ആ രസം ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഇതുവരെ കേട്ടവരെല്ലാം പറഞ്ഞത്. ഞാൻ പറഞ്ഞു കഥയും ഡീറ്റെയിൽസും പറയരുത്, ഞാൻ നാളെ കാണാനിരിക്കുകയാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ കണ്ടു തന്നെ അറിയണം. അപ്പൊ ഇതൊരു ഗംഭീര രീതിയിൽ നല്ലൊരു ഓപ്പണിംഗ് കിട്ടി എന്ന് പറയുന്നു. ശരിക്കും കന്നഡ സിനിമയെ ഉയർത്തിയെടുത്തത്, നാഷണൽ ലെവലിലേക്ക് ഉയർത്തിയെടുത്ത KGF ആണ്. അതേപോലെ വലിയൊരു ബൂസ്റ്റ് നമുക്ക് കിട്ടട്ടെ. നമ്മുടെ സിനിമയും അതേപോലെ നാഷണൽ ലെവലിൽ അറിയപ്പെടണം. നമ്മുടെ സിനിമ വലിയ അക്കാഡമിക് നിലവാരമുള്ള സിനിമകളാണെന്ന് പറയാറുണ്ട്, അത് നല്ലതുമാണ്. അതോടൊപ്പം ഈ പാൻ ഇന്ത്യ മാസ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ മാസ് പ്ലസ് ക്ലാസ്, ആ ഒരു ജോണറാണ് നമുക്ക് വേണ്ടത്. മാസും ആകണം, ക്ലാസും ആകണം. അത് ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ രീതിയിൽ വലിയൊരു ഹിറ്റായി മാറട്ടെ. തീർച്ചയായും തുടരുക. ദയവായി പ്രധാനപ്പെട്ട അതിഥികൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുന്നു. അശ്വന്ത്, നമ്മൾ ഈ മലയാള സിനിമയിലെ എല്ലാ വർഷാവസാനവും എടുക്കുന്ന ഡിസംബർ മാസത്തിൽ വരുന്നൊരു കണക്കുണ്ട്. അതിപ്പോൾ ഓൺലൈൻ മീഡിയകളിലൊക്കെ കണക്കുകൾ സ്ഥിരമായിട്ട് വരാറുണ്ട് സിനിമകളുടെ വിജയപരാജയങ്ങളൊക്കെ സംബന്ധിച്ച്. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു കണക്കിൽ 200ഓളം സിനിമകൾ ഇറങ്ങുന്നു, അതിൽ 10-20 സിനിമകൾ മാത്രം മുടക്കുമുതൽ തിരികെ പിടിക്കുന്നു. വൻപൻ ഹിറ്റുകളൊക്കെ ഉണ്ടായി പോയൊരു വർഷമാണ്. പക്ഷേ മലയാള സിനിമയ്ക്ക് ഇത് പോരാ. നമുക്ക് വളരെ കാലിബറുള്ള നടന്മാരുണ്ട്, നല്ല തീമുകളുണ്ട്. നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഒരുപാട് കണ്ടന്റുകൾ ഇറക്കുന്ന സിനിമയാണ്. പക്ഷേ അതൊന്നും ഈ അന്യഭാഷാ ചിത്രങ്ങളൊക്കെ നമ്മുടെ ഇവിടെ വന്ന് ഇത്തരം തീമുകൾ കൊണ്ടുവന്ന് വലിയ ബജറ്റിൽ കൊണ്ടുവന്ന് പണം വാരി പോകുന്നത് പോലെ ഉള്ള ചിത്രങ്ങൾ, അത് നമുക്ക് മലയാള സിനിമ ആ തരത്തിൽ കൂടി നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കണം മറ്റ് ഭാഷകളിൽ. അതിന് ഇത്തരം ചിത്രങ്ങൾ അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അതൊക്കെ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ട് കാണണം. പക്ഷേ അത് കുറച്ചുകൂടി അതിനുള്ള ഒരു കരുത്ത് മലയാള സിനിമയ്ക്ക് നൽകുമെന്ന പ്രതീക്ഷ അശ്വന്തിനുണ്ടോ? തീർച്ചയായിട്ടും. ഈ സിനിമ മുതൽ മാത്രമല്ല, ഓൾറെഡി മലയാള സിനിമ വലിയ രീതിയിൽ ഇന്ത്യയിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ അക്കാഡമിക് തലത്തിൽ അല്ലാതെ തന്നെ പോപ്പുലർ കൾച്ചർ എന്ന നിലയ്ക്ക് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഫോണിൽ സിനിമ കാണുന്ന ആളുകൾ, ഇപ്പോൾ ചിലപ്പോൾ OTT ആണെന്നില്ല ടെലിഗ്രാമിലായിരിക്കും കാണുന്നത്. എന്നിരുന്നാൽ കൂടെ വലിയൊരു ഓഡിയൻസ് ഇപ്പോൾ ഇന്ത്യയിലൊട്ടാകെ മലയാള സിനിമയ്ക്കുണ്ട്. അപ്പോൾ ആവേശം അതിന് വലിയൊരു വഴിവെച്ച സിനിമയാണ്. ആവേശം തിയേറ്ററിലുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ഇറക്കിയ സിനിമ അല്ലെങ്കിൽ കൂടെ അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ ഏറ്റെടുക്കുകയും ഇന്ത്യയിലൊട്ടാകെ ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മാർക്കോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ അത് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് തീർച്ചയായിട്ടും ഗുണകരമാണ്. കാരണം മഞ്ഞുമൽ ബോയ്സ് പോലെ, ബ്രഹ്മയുഗം പോലെ ഉള്ള സിനിമകൾ വിജയിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തരം സിനിമകൾ വിജയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും ഈ പ്രകൃതി സിനിമകളും ഈ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക്കുള്ള സിനിമകൾ മാത്രമായി പോയി കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ഓഡിയൻസിലേക്ക് ഇതെത്താനുള്ള സാധ്യത കുറവാണ് നമ്മുടെ ഇൻഡസ്ട്രി. അതാണ് KGF കൊണ്ട് കന്നഡ സിനിമ മാറിയ പോലെ ഇത്തരം സിനിമകൾ കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയും വലിയ രീതിയിൽ പാൻ ഇന്ത്യയിലേക്ക് പോകും. അതാണ് സാഹചര്യം. ഏതായാലും അത്തരമൊരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുവെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ശ്രീ രാഹുൽ മുരളി, അങ്ങനെ ഈ സിനിമകൾ നമുക്കറിയാം മറ്റ് ഭാഷകളിലും ഈ സിനിമ റിലീസായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ എന്താണ്? നിങ്ങൾ ഫാൻസ് എന്ന നിലയിൽ ആദ്യം മുതൽ തന്നെ ഈ സിനിമയുടെ ജോണർ എന്താണെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഉണ്ണിയുമായിട്ടൊക്കെ ഇതിനെ സംസാരിച്ചോ? പങ്കുവെക്കുന്ന ആത്മവിശ്വാസം എന്താണ്? ഏതൊക്കെ തലങ്ങളിൽ ഈ സിനിമകൾ ഇപ്പോൾ വലിയ തോതിൽ കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് ഈ 2ാം ദിവസം ലഭിക്കുന്ന വിവരം. ഉണ്ണിയാനായിട്ട് സംസാരിച്ചിരുന്നു. ഉണ്ണിയുടെ കഴിഞ്ഞ ദിവസം രാഗത്തിൽ ഇന്നലെ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു. ഉണ്ണിയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ കേരള മാത്രമല്ല, ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലായാലും നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എല്ലായിടത്തും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. ബുക്ക് മൈ ഷോ എല്ലാം ഓൾമോസ്റ്റ് ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ടു ടൈം നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒട്ടുമിക്ക ഏരിയാസും ഫിൽ തന്നെയാണ്. അഡീഷണൽ ഷോസ് കളിക്കുന്നുണ്ട് ഒട്ടുമിക്ക തിയേറ്റേഴ്സ് അഡീഷണൽ ആഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യം മുതൽക്ക് തന്നെ ഉണ്ണിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഓരോ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമുകളും എല്ലാ കാര്യങ്ങളും ഉണ്ണിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ണിയുടെ നമ്മുടെ അടുത്ത് അങ്ങനെയാണ്, ഒരു ഫാൻ എന്നുള്ള രീതിയിലല്ല, സ്വന്തം അനിയന്മാരെ പോലെ തന്നെയാണ് ആൾ നമ്മളെ കാണുന്നത്. ഫാൻസിലുള്ള ഒട്ടുമിക്ക ആരെങ്കിലും പിള്ളേരായാലും ആൾക്ക് നല്ല പരിചയമാണ്.
അപ്പോ നമ്മളെങ്ങനെയാണ് ആൾ കാണുന്നത്. അപ്പൊ എല്ലാ പടങ്ങളുടെ കാര്യമായാലും അപ്ഡേറ്റുകളും നമ്മൾ അറിയിക്കാറുണ്ട്, നമ്മളെ വിളിക്കാറുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോഴേലും അടുത്ത വരാനിരിക്കുന്ന നെക്സ്റ്റ് പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ മാർക്കോ ആദ്യം മുതൽക്ക് തന്നെ ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതേപോലെ തന്നെയായിരുന്നു കണക്ക് കോൺഫിഡൻസ്. അത്രയും ലെവലിൽ നിൽക്കുമ്പോൾ നമ്മളും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നു. അത് വലിയൊരു വിജയം കണ്ടു, ഒരുപാട് സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ മലയാളത്തിൽ ഇത്രയും മലയാളത്തിലല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം വന്നിട്ടില്ല. അപ്പൊ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ സീക്വൻസ് ആയാലും ഞാൻ കൂടുതലെടുത്ത് പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ എല്ലാവരും കാണേണ്ടതല്ലേ. ഈ ഒരു റേഞ്ചിലുള്ള ഒരു പടവും ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും രീതിയിലുള്ള വയലൻസ് ഉള്ള ഒരു പടവും ഇന്ത്യയിൽ തന്നെ വന്നിട്ടില്ല. അതൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക്. കാരണം കന്നഡ പോലൊരു ചെറിയ ഇൻഡസ്ട്രിന്നൊക്കെ KGF ഒക്കെ വരാന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ നിന്നും നല്ല നല്ല പടങ്ങൾ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള പൊട്ടൻഷ്യൽ കൂടി ഉണ്ട്, അതിനുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോ നെക്സ്റ്റ് ഇനി ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോ നമ്മുടെ മാർക്കോ അതിന്റെ തുടക്കം മാത്രമാണ്. ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകൾ ഉണ്ണിയേട്ടന്റെ ഗന്ധർവ്വ വരുന്നുണ്ട്. അതൊരു വലിയ പാൻ ഇന്ത്യൻ തന്നെയായിരിക്കും. അതാണ് ശ്രീ തിരിച്ചു വരാം രാഹുലിലേക്ക് കൂടി വരാം. അതിന് മുൻപ് ശ്രീ സജി നന്ദിയാട്ട് ടെലിഫോണിൽ. സജി നന്ദിയാട്ട്, ഇത്തരം കാര്യങ്ങൾ മലയാള സിനിമയിൽ അത്യാവശ്യമാണ്. കാരണം ഈ വമ്പൻ സിനിമകൾ, വ്യത്യസ്തമായ തീമുകൾ, പ്രേക്ഷക അഭിരുചിക്കനുസരിച്ച് നൽകുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ആവേശം നേരത്തെ പറഞ്ഞു വയ്ക്കുക, അശ്വന്ത് പറയുകയായിരുന്നു ആവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ കാരണം യൂത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാമിലി ഓഡിയൻസിനേക്കാൾ കൂടുതൽ യൂത്താണ് തിയേറ്ററുകൾ നിറയ്ക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ കാര്യമായി നൽകിയാൽ അവരത് അത്തരത്തിൽ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തും. അതിനുശേഷം ഈ തിയേറ്റർ കളക്ഷൻ കൂടും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലായാലും ഒക്കെ സ്വീകരിക്കപ്പെടും. അത്തരം ട്രെൻഡ് പൊതുവെ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? തീർച്ചയായും. അതിനകത്ത് ഞങ്ങൾ ഫിലിം ചേംബർ വിലയിരുത്തുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതില് ഇന്ന് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ ദിനപത്രം മലയാള മനോരമ അതേക്കുറിച്ച് ഒരു അവലോകനം ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ പേർ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ ഒരു തിരിച്ചുവരവിന്റെ പാതയിലേക്ക് വരുന്നു എന്ന് വേണം പറയാം. കാരണം മലയാള സിനിമയ്ക്ക് ഒട്ടേറെ അവമതിപ്പ് പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെറുപ്പക്കാർ ഇപ്പോഴും മലയാള സിനിമയെ കൈവിട്ടിട്ടില്ല. കാരണം മലയാള സിനിമയിൽ ഞങ്ങൾ നടത്തിയ ഞങ്ങളുടെ അന്വേഷണം അതിൽ ഞങ്ങൾക്ക് മനസ്സിലായത് മലയാള സിനിമയെ വിജയിപ്പിക്കുന്നതും ഇന്നത്തെ പ്രേക്ഷകരും ചെറുപ്പക്കാരാണ്. ഇപ്പോ ഞങ്ങളുടെ കണക്ക് പ്രകാരം 207 ചിത്രങ്ങളാണ് ഈ ഡിസംബർ വരെ ശ്രീ മോഹൻലാൽ ഡയറക്ട് ചെയ്ത ബറോസ് ഉൾപ്പെടെ 207 ചിത്രങ്ങൾ റിലീസ് ചെയ്തു. അപ്പോ അതില് 12 സൂപ്പർ ഹിറ്റുകൾ മലയാളത്തിൽ ലഭിച്ചു. 100 കോടിക്ക് മുകളിൽ പോയ മഞ്ഞുമൽ ബോയ്സ് ഉൾപ്പെടെ അതില് ഹിറ്റുകൾ ഒരു 7 ഹിറ്റുകൾ നമുക്ക് ലഭിച്ചു. പിന്നെ ബ്രേക്ക് ഈവൻ ആയ ചിത്രങ്ങളുണ്ട്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ മുതൽ തിരികെ പിടിക്കുക എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ 3 തരത്തിലാണ് നമ്മൾ ഇതിനെ ഞങ്ങൾ വിലയിരുത്തിയത്. അപ്പോ അതിനകത്തേക്ക് മാർക്കോയും കൊണ്ട് വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഉണ്ണിമുകുന്ദന്റെ ഒരു തിരിച്ചുവരവ് നമുക്കറിയാം. ഉണ്ണിമുകുന്ദൻ മലയാളത്തിന്റെ ഒരു ഭാവി വാഗ്ദാനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉണ്ണിയായിട്ട് സംസാരിച്ചിരുന്നു. ഉണ്ണിക്ക് വളരെ ഡെഡിക്കേഷൻ ഉള്ള ഒരു യുവ അഭിനയ നേതാവാണ്. അപ്പോ മാളികപ്പുറത്തിന് ശേഷം അപ്പൊ രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്കറിയാം, രാഷ്ട്രീയം ഓരോരുത്തർക്കും ഉണ്ട് എങ്കിൽ തന്നെയും ശ്രീ ഉണ്ണി ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ ഉള്ളപ്പോൾ സ്വാഭാവികമായി ഒരു കലാകാരൻ രാഷ്ട്രീയം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഉണ്ണിക്കൊരു വലിയ ഒരു കയ്യടി ഈ ചിത്രത്തിലൂടെ ലഭിക്കുകയാണ്. ഇപ്പൊ സൂക്ഷ്മദർശിനി ഇന്നിപ്പോ ചേംബർ തെലുങ്ക് പതിപ്പിന് അനുവാദം കൊടുത്തു. സൂക്ഷ്മദർശിനിക്ക് മലയാളത്തിന് പുറമെ തെലുങ്കിലേക്ക് ആ പടം ഭാഷ മൊഴിമാറ്റുകയാണ്. അതിനുള്ള അനുവാദം ഇന്ന് ഫിലിം ചേംബർ നൽകിയ ദിവസമാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് സജീവമാകണം. പണം മുടക്കുന്ന പ്രൊഡ്യൂസറോ വിതരണക്കാർക്കും തിയേറ്ററുകാർക്കും അതോടൊപ്പം തന്നെ എല്ലാവരും ഹാപ്പി ആയൊരു അവസ്ഥ ഉണ്ടാവണം. ചെറുപ്പക്കാരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുക. അപ്പോൾ ബഹുഭാഷകളിലേക്ക് സാധ്യതകളുള്ള മേഖലയാണ് നമ്മുടെ മലയാളം. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, അത്തരത്തിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സിനിമകളുടെ നഷ്ടങ്ങൾ കാര്യമായി കുറയ്ക്കാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ നിർമ്മാതാക്കളുടെ വലിയ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന അഭിപ്രായമാണ് ഫിലിം ചേംബറിനുള്ളത്. ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് ഇന്ത്യൻ സിനിമയെ ത്രസിപ്പിച്ച സിനിമയാണ്. മലയാളത്തില് ഞാൻ ഫിലിം ചേംബർ, കർണാടക ഫിലിം ചേംബർ നേരിട്ട് മലയാള ഫിലിം ചേംബറിൽ എത്തി. എങ്ങനെയാണ് ഈ പടം വിജയിച്ചത്, എന്താണ് നിങ്ങളുടെ അടിസ്ഥാനം എന്നൊരു അന്വേഷണം പോയി അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു ഓഫീസ് ബെയറേഴ്സ് മൊത്തം
കേരള ഫിലിം ചേംബർ വരുന്നൊരു അവസ്ഥയുണ്ടായി. ഇന്ത്യൻ ഫിലിം വ്യവസായത്തെ ഞെട്ടിച്ച വിജയമായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്. അപ്പോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് മലയാള സിനിമ, ലോകത്ത് ഏറ്റവും അധികം സിനിമകൾ പ്രാദേശിക ഭാഷയിൽ എടുക്കുന്നത് മലയാളത്തിലാണ്. ഇത്രയധികം മാറ്റങ്ങൾ ഈ കൊച്ചു ഇൻഡസ്ട്രിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിലും എല്ലാ പ്രൊഡ്യൂസർമാരും എടുക്കുന്ന ചിത്രങ്ങൾ ഹിറ്റാകുന്നില്ല എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ 1250 കോടി രൂപ ഈ വർഷം മലയാള സിനിമയിൽ നിർമ്മാതാക്കൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് എന്ന് 207 സിനിമകളിൽ 10-25 സിനിമകൾ ഒഴികെ ബാക്കി സിനിമകളുടെ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും അത് കളിച്ച തിയേറ്ററുകാർക്കും 1250 കോടിയിൽ പരം രൂപ ഈ കൊച്ചു ഇൻഡസ്ട്രിയിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കത് എന്താ പറയുക, സങ്കടകരമായ കാര്യം. ഞങ്ങൾ ഫിലിം ചേംബർ ആണല്ലോ കേരളത്തിലെ എല്ലാ സിനിമകളുടെയും എന്താ പറയുന്നത് അനുവാദം കൊടുക്കുന്നതും പ്രോജക്ട് സൈൻ ചെയ്യുന്നതും ഇതിന്റെ എല്ലാ ആകത്തുകകളും ഇതിന്റെ വിറ്റുവരവും എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ കണക്കെടുപ്പ് നടത്തുന്ന കൂടിയാണ്. കാരണം ഈ മലയാള സിനിമയിൽ പണം മുടക്കുന്നവരുടെ സംഘടനകളുടെ എല്ലാം അപ്പെക്സ് ബോഡിയാണ് ഫിലിം ചേംബർ. അപ്പൊ ഫിലിം ചേംബറിന്റെ കണക്കുകൾ ഈ ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും സഹാപ്പിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അവലോകനം നടത്താറുണ്ട്. ഞങ്ങളുടെ ഒരു സൂക്ഷ്മ നിരീക്ഷണം എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷം 1000 പരം കോടി രൂപ നഷ്ടമായിരുന്നു. അന്ന് 222 ചിത്രങ്ങളാണ്. 2023 മലയാളത്തിൽ 222 ചിത്രങ്ങളാണ്. അതിൽ 219 ഡയറക്റ്റ് മലയാള സിനിമയും 3 സിനിമ മൊഴി മാറ്റിയതുമാണ്. അങ്ങനെ 222 സിനിമകൾ കഴിഞ്ഞ വർഷം വന്നപ്പോ ഇപ്രാവശ്യം 207 ചിത്രങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ വർഷം 12 ഹിറ്റേ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ അതൊരു 10-20 വരികയും ഒരു 25 സിനിമകളുടെ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും അതിന്റെ മുതലുകൾ തിരികെ ലഭിക്കുകയും വൻ ലാഭം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആശ്വാസകരമാണ്. കാരണം നമ്മൾ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഐസിയുവിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയൊരവസ്ഥ മലയാള സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് മലയാള സിനിമയുടെ ആശ്വാസമാണ് മലയാള സിനിമയുടെ ഭാവി എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷെ ഇവിടെ OTT ലഭിക്കുന്നില്ല. ഹിറ്റാകുന്ന ചിത്രങ്ങൾക്ക് മാത്രം OTT ലഭിക്കുന്നു, സാറ്റലൈറ്റ് ലഭിക്കുന്നു. നേരത്തെ മലയാള സിനിമ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ റിലീസിന് മുമ്പായിരുന്നു. ഇന്നതല്ല, ഒരു ഗസ്റ്റ് ബിസിനസ് ആയിരുന്നു, ഒരു ഊഹ കച്ചവടമായിരുന്നു. ഇന്നിപ്പോ മലയാള സിനിമ എന്ന് പറയുന്നത് ആഫ്റ്റർ റിലീസ് പടം തിയേറ്ററുകൾ ഹിറ്റാണെങ്കിൽ OTT സാറ്റലൈറ്റ് പോകുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ പടം പരാജയപ്പെടുന്ന പ്രൊഡ്യൂസർക്ക് ഒരു പൈസ പോലും ലഭിക്കുന്നില്ല. കാരണം ഇവിടെ എക്സ്ട്രീമാണ്. ഒന്നിലെ പടം പരാജയപ്പെട്ടത് എക്സ്ട്രീമാണ്, പടം വിജയിക്കാൻ എക്സ്ട്രീമാണ്. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥ ഇന്ന് മലയാള സിനിമയിൽ ഇല്ല. ശരി. പക്ഷെ പ്രേക്ഷകര് ഇപ്പൊ ഈ പടത്തിന് എ സർട്ടിഫിക്കറ്റാ ഏത് മാർക്കോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ, കുറെ നല്ല സ്റ്റണ്ട്, ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ തീർച്ചയായും ഇനി ഒരു 20ാമത്തെ ഹിറ്റായിട്ട് ശ്രീ മോഹൻലാൽ ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആദ്യമായി അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യം റിലീസ് ചെയ്തത് ഡിസംബർ 25-നാണ്. ആ ഡിസംബർ 25-ന് അനുസ്മരിച്ചുകൊണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മലയാള സിനിമയ്ക്ക് ശ്രീ മോഹൻലാലിനെ സമ്മാനിച്ചതുപോലെ മോഹൻലാൽ എന്ന സംവിധായക പ്രതിഭയെ ഈ കൊച്ചു മലയാള സിനിമയ്ക്ക് ലഭിക്കാൻ പോകുമ്പോൾ അത് ഹിറ്റായി മാറുമെന്ന് കരുതുമ്പോൾ 20-ൽ പരം സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് മലയാള സിനിമ ഈ 2024 സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്ന അഭിമാന നിമിഷത്തിലേക്ക് കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സന്തോഷവരാണ്. ദൂരെ ഒരു വെട്ടം കാണുന്നത് ഞങ്ങൾക്ക് സന്തോഷത്തോടെ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ചെറുപ്പക്കാരെ വളരെയധികം ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ പ്രേക്ഷക ഹൃദയം ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി സജീവന്തിയായിട്ട്. ശ്രീ രാഹുൽ ഈശ്വരതാണ്. കാരണം ഈ മലയാള സിനിമയുടെ മാറ്റത്തിന്റെ നമ്മൾ നേരത്തെ ഈ ഫാമിലി പ്രേക്ഷകരെ കണ്ടിരുന്നു. ഇപ്പോൾ ചെറുപ്പക്കാരാണ് കൂടുതലായി തിയേറ്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഈ ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ചില വിശ്വാസങ്ങൾ, രാഷ്ട്രീയ ബോധത്തെയൊക്കെ ഒരുപാട് തരത്തിൽ കുറ്റം പറയുകയും വിമർശിക്കുകയും ഡീഗ്രേഡ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു സമൂഹം കൂടിയുണ്ട് നമുക്കിടയിൽ എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതിനെയൊക്കെ അതിജീവിച്ച് വലിയ പരീക്ഷണങ്ങൾ നടത്തി മുന്നോട്ട് വരാൻ ഒരാൾക്ക് സാധിക്കുമെന്നുള്ള അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ മാർക്കോ എന്നതുകൂടി കാണണം. അതെ അതെ. ഉണ്ണി ഗുജറാത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. ഉണ്ണിക്ക് ഒരു സെന്റർ ടു റൈറ്റ്, മധ്യം മുതൽ വലത് വരെയുള്ള ഒരു വിശാല കാഴ്ചപ്പാടാണുള്ളത്. അതിൽ തന്നെ എല്ലാവരോടും അദ്ദേഹം ചേർന്ന് നിൽക്കുകയും എല്ലാവരോടും ഒരുമിച്ച് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു സുഹൃത്താണ് ശ്രീ ഷാഫി പറമ്പിൽ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് സാറിനോട് ബന്ധപ്പെട്ട് ഉണ്ണി തന്നെ അങ്ങോട്ട് വിളിച്ച് പോയി കാണുകയും പിണറായി വിജയൻ സഖാവിനോടൊപ്പം അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. ഉണ്ണിക്കൊരു രാഷ്ട്രീയ വിശ്വാസധാരയുണ്ട്. അതൊരു സെന്റർ ടു റൈറ്റ് ആണ്. എന്നാൽ എല്ലാവരോടും ഒരുമിച്ച് പോകുന്ന, മാളികപ്പുറമൊക്കെ നോക്കിയാൽ മതി, വളരെ ഇൻക്ലൂസീവായി ഒരു ബഹുസ്വര പാരമ്പര്യവും മതസൗഹാർദ്ദ പാരമ്പര്യവും ഉയർത്തുന്ന രീതിയിൽ തന്നെയാണ്
ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സിനിമകളിൽ ഇതേപോലെ പ്രതിഭയുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. എല്ലാവരും നന്നാകണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ബാരക് ഒബാമ, അമേരിക്കൻ പ്രസിഡന്റായ ബാരക് ഒബാമ ഇന്നലെ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്, നമ്മുടെ മലയാളത്തിൽ കനിയും ദിവ്യയും അടക്കമുള്ള വളരെ യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു സിനിമയാണ്, അതിനെ അദ്ദേഹം ഈ വർഷം കാണേണ്ട സിനിമയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മഹാനായ മോഹൻലാലിന്റെ നമ്മുടെ ബറോസ് വരുന്നു, സജി നന്ദിയാർ സാർ പറഞ്ഞതുപോലെ. ഇതെല്ലാം നമ്മുടെയാണ്. നമ്മൾ തർക്കിക്കുമ്പോൾ ചാനലിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, നീ ഫെമിനിസ്റ്റ് അല്ലേ, ഞാൻ പുരുഷവാദിയാണ്, അല്ലെങ്കിൽ മറ്റവൻ ഇതാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും. പക്ഷെ ഇതെല്ലാം അവരുടെ ജീവിതവും വ്യവസായവും ഒക്കെ അല്ലേ. ഇത് നന്നാകണമെന്നുള്ള ആഗ്രഹം വേണം. ഉണ്ണി മുകുന്ദനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനും ഷെയിം ചെയ്യാനും ചില ആൾക്കാർ ശ്രമിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി തിരിച്ച് ഉണ്ണിയുടെ ഭാഗത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സിനിമ നന്നായില്ലെങ്കിൽ എല്ലാവരുടെയും അന്നം മുട്ടും. നമ്മുടെ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ട ആവശ്യം അത് വളരെ പ്രധാനമാണ്. ഞാൻ അശ്വന്തിന്റെ റിവ്യൂ കണ്ടിരുന്നു നമ്മുടെ കങ്കുവയെ കുറിച്ചുള്ള. ഞാൻ എന്നിട്ടും അത് നല്ല റിവ്യൂ ആയിരുന്നു, എന്നിട്ടും കങ്കുവയ്ക്ക് കൊണ്ട് തലവെച്ചു കൊടുത്തു. സൂര്യയെ വലിയ ഫാനാണ്, പക്ഷെ ആ സിനിമയുടെ ക്വാളിറ്റി പോരായിരുന്നു. അങ്ങനെയാണ് കങ്കുവ പരാജയപ്പെടുന്നത്. അല്ലെങ്കിൽ കങ്കുവ കങ്കുവയെ കുറിച്ചൊരു രസകരമായ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു രാഹുൽ. അതായത് 1000 കോടി രൂപയ്ക്ക് ഇനി 987 കോടി രൂപ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ട് എന്താ പറ്റുന്നത് അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് വേണം, സിനിമയ്ക്ക് മാസ് വേണം, കോണ്ടന്റ് വേണം, നല്ല രീതിയിൽ പോകണം. അപ്പൊ ഈ സിനിമകളെല്ലാം നന്നാകണം. കാര്യം ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് വർഷത്തെ പ്രയത്നമല്ലേ ഉണ്ടാകുക. അപ്പൊ നമ്മൾ ആരും ഈ റിവ്യൂ ബോംബിങ് ചെയ്യരുത്. അത് ഹൈക്കോടതി പോലും ഇടപെട്ട് പറഞ്ഞതാണ്. റിവ്യൂ ബോംബിങ് അല്ല മുമ്പോട്ടുള്ള വഴി. ചിലത് നമുക്ക് വർക്കാവും, കൃത്യം വിമർശനം അതാണ്. ചില സിനിമകൾ നമുക്ക് വർക്കാവും, ചിലത് നമുക്ക് വർക്കാവില്ല. അതിനെ നമ്മൾ ബഹുമാനിക്കണം. ചില സിനിമകൾ എനിക്ക് വർക്കാവില്ല, അതിനെ നമ്മൾ ബഹുമാനിക്കണം. കാര്യം ഇവരുടെ വർക്ക് നമ്മൾ എന്താ പറയുക റെസ്പെക്ട് ചെയ്തുകൊണ്ട് പോകണം, റിവ്യൂ ബോംബിങ് ഇല്ലാതെ പോകണം. പക്ഷെ ഈ സിനിമയ്ക്ക് അതൊന്നും ബാധകമല്ല. കാര്യം ഈ സിനിമ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഓൾ അക്രോസ് ആൾക്കാരുടെ ഇടയിൽ ഒരു വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട്. യങ്സ്റ്റേഴ്സിന്റെ ഒരു വൈബ് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ മലയാളി സിക്സ് പാക്ക് സൂപ്പർ സ്റ്റാർ ആകാൻ സാധ്യതയുള്ള ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അയ്യാ സിനിമയിൽ പൃഥ്വിരാജ് ഒരു സിക്സ് പാക്കിനോട് ചേർന്ന ഒരു കാര്യം ട്രൈ ചെയ്ത് ഒഴിച്ചാൽ മലയാള സിനിമയിലെ സിക്സ് പാക്ക് സൂപ്പർ സ്റ്റാർ ഇല്ല. അതെ, സിക്സ് പാക്ക് സൂപ്പർ സ്റ്റാർ മലയാളത്തിന് ഇല്ല. അപ്പൊ മലയാളത്തിലെ ഒരു സിക്സ് പാക്ക് സൂപ്പർ സ്റ്റാർ ആയി പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉണ്ണി മുകുന്ദൻ വരുന്നത് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2 years down the line പൃഥ്വിരാജിനൊക്കെ നാഷണൽ ലെവലിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതുപോലെ ഉണ്ണി മുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി വരികയും നമ്മുടെ മലയാളത്തിലെ സിക്സ് പാക്ക് സൂപ്പർ സ്റ്റാറായി മാറട്ടെ. ഉണ്ണിക്ക് വലിയൊരു ഭാവി അതിലുണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആണ്. എന്താ പറയുക, അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്. മറ്റേ ഇതിന്റെ പരിപാടിക്ക് പോകാൻ എനിക്ക് മാളികപ്പുറത്തിന്റെ പരിപാടിക്ക് അതിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമാകാനൊക്കെ ഭാഗ്യം ലഭിച്ചിരുന്നു. അപ്പം നമ്മുടെ വലിയൊരു പൊട്ടൻഷ്യൽ സൂപ്പർ സ്റ്റാർ ആണ് ഉണ്ണി മുകുന്ദൻ. ആ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് നടന്നെടുക്കാൻ ഉണ്ണി മുകുന്ദന് കഴിയട്ടെ. ആ രീതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്, റേഞ്ച് ഉണ്ട്, വ്യത്യസ്ത ഇമോഷൻസ് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ വലിയൊരു ഭാവി ഉണ്ണി മുകുന്ദനെ കാത്തിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാർക്കോ മാറട്ടെ. ശ്രീ യശ്വന്ത് കോക്ക്, ഇവിടെ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ താങ്കൾ ഒരുപാട് സിനിമകൾക്ക് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. വളരെ കൃത്യമായി മലയാള സിനിമ നിരീക്ഷിക്കുകയും താങ്കൾക്കെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നതാണ്. ചില സിനിമകൾ തകർക്കാൻ ശ്രമിക്കുന്നു, കോടതി അടക്കം അക്കാര്യങ്ങളിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സിനിമയെ കാണുമ്പോൾ താങ്കൾ റിവ്യൂ ചെയ്ത സിനിമകൾ മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഓടിയ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ റിവ്യൂ മാത്രമല്ലല്ലോ, ആ പ്രേക്ഷകർ ആത്യന്തികമായി തിയേറ്ററുകളിലെത്തി സിനിമ കണ്ട് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ളതാണോ അത് എന്ന് കാണുന്നു. അവർ പിന്നീട് പുറത്ത് പ്രചരിപ്പിക്കുന്നു, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നു. അങ്ങനെ ഹിറ്റാകുന്നതാണല്ലോ സിനിമകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ താങ്കൾ കാണുന്ന പ്രധാന ഘടകങ്ങൾ എന്താണ് എന്നുള്ളൊരു പ്രധാനമാണ്. മനഃപൂർവ്വം മറ്റയക്കുന്ന ഒരു രീതിയൊന്നും അല്ലല്ലോ അല്ലേ? എന്താണ് താങ്കൾ റിവ്യൂവിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പ്രേക്ഷകർ സിനിമ കാണുന്നതിന് മുൻപ് അവർക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ റിവ്യൂവിലൂടെ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, റിവ്യൂ ഇപ്പോൾ രാഹുൽ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. രാഹുൽ പറഞ്ഞു റിവ്യൂ ബോംബിങ് പാടില്ല, പിന്നെ സിനിമ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നു. പക്ഷേ രാഹുൽ തന്നെ പറഞ്ഞു കങ്കുവയുടെ കാര്യം. അപ്പോൾ തിയേറ്ററിൽ ബോംബിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിവ്യൂ ഇട്ട് കഴിയുമ്പോൾ അത് റിവ്യൂ ബോംബിങ് എന്ന് പറയും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഞാനൊരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. അതായത് എൻ്റെ മനസ്സിൽ യാതൊരു പ്രെജുഡിസ് ഇല്ല, ജഡ്ജ്മെൻറ്റിലില്ല, ഒന്നുമില്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്താണോ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇംപ്രഷൻ അത് ഞാൻ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കുക, അതിൽ നല്ല പ്രൊപ്പഗാൻഡ അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും ഇതിൻ്റെ പുറകിലില്ല. അപ്പം ഈ ഇത്തരം പക്ഷേ വലിയ വിമർശനങ്ങൾ അശ്വന്ത് നേരിടേണ്ടിയും വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ വലിയൊരു ഇൻഡസ്ട്രിയാണ്, അതിനെ അത്തരത്തിൽ കാണുന്നത് ശരിയല്ല എന്ന രീതിയിൽ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്നെനിക്ക് സന്തോഷം തോന്നിയത് ഈ സിനിമയെക്കുറിച്ച് താങ്കൾ വളരെ ഗംഭീരമായ റിവ്യൂ ഇടുകയും അതിൻ്റെ ഓരോ മേഖലകളും കടന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത് കണ്ടപ്പോഴാണ്.
അല്ല, അതെല്ലാ സിനിമകളെ കുറിച്ച് അങ്ങനെ സംസാരിക്കണം. ഇത് രണ്ട് തരത്തിലാണല്ലോ വരുന്നത്. അതായത് 2 sides ഓഫ് ദ സെയിം കോയിൻ എന്ന് പറയുന്ന പോലെ ഇത് മാർക്കോ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് നല്ലത് പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ എക്സ്ട്രീം ആയിട്ട് തന്നെ ഞാനതിനെ ക്രിട്ടിസൈസ് ചെയ്തേനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യോ മാർക്കോയെ തകർക്കുന്നതെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആളുകൾ തന്നെ വന്നേനെ. ഇപ്പോൾ സജി നന്ദിയുടെ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ചെറുപ്പക്കാർ സിനിമ കാണുന്നുണ്ട്, ചേംബർ അത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അത് നല്ല കണ്ടന്റ് ഉള്ള, നല്ല രീതിയിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കാൻ സാധിക്കുന്ന സിനിമകൾ നിരന്തരം വന്നതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ മുമ്പിലത്തെ വർഷം നിരന്തരമായിട്ട് വന്നിരുന്നത് തിയേറ്ററിലെ ആളുകളെ കയറാൻ പ്രേരിപ്പിക്കാത്ത സിനിമകളായിരുന്നു. അപ്പോൾ റിവ്യൂ ബോംബിങ് അത് ഇതെന്ന് പറഞ്ഞു വന്നു. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് കേൾക്കാറില്ല. അപ്പോൾ മാർക്കോ ആയാലും ഏത് സിനിമയെ കഴിഞ്ഞാലും സംസാരിക്കുന്ന സമയത്ത് ആ സിനിമയുടെ മെറിറ്റ് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ആ സിനിമയെ ഏതെങ്കിലും തരത്തിൽ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഉള്ള യാതൊരു ഇന്റൻഷൻസും എന്റെ ഭാഗത്തു നിന്നല്ല, എനിക്കറിയുന്ന റിവ്യൂസിന്റെ ആരുടെ ഭാഗത്തുനിന്നും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അശ്വന്തിൻ്റെ റിവ്യൂ രാവിലെയാണ് റിവ്യൂ കണ്ടത്. അതിൽ റിവ്യൂ എനിക്ക് തോന്നുന്നു മണിക്കൂറുകൾക്കകം തന്നെ 1.5 ലക്ഷം 2 ലക്ഷം ആളുകൾ റിവ്യൂ കണ്ടു കഴിഞ്ഞു അല്ലേ അശ്വന്ത്? അത് വലിയ തോതിൽ ഈ സിനിമകൾക്ക്, ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് അടക്കം വലിയ തോതിൽ ഒരു പോസിറ്റീവ് സൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അശ്വന്തിൻ്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്ന ആളുകൾക്ക് ഒരു കൂട്ടർ കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഇത്തരം റിവ്യൂസ് ഒക്കെ എന്നുള്ളത് പ്രധാനമാണ്. തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ ഇപ്പോൾ 9 ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു. ഞാൻ രാവിലെ കണ്ടപ്പോൾ 2 ലക്ഷത്തിനടുത്തായിരുന്നു. രാഹുൽ ഈശ്വർ, നമ്മളിപ്പോൾ നേരത്തെ സയ്യന്തായിട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ മലയാള സിനിമയുടെ മാറുന്നൊരു ആറ്റിറ്റ്യൂഡ്, അതായത് പ്രേക്ഷകരായി കൂടുതൽ യുവാക്കൾ എത്തുന്നു. സിനിമ ആദ്യ ദിവസം മുതൽ തന്നെ കൈയടക്കുന്നത്, സിനിമാ തിയേറ്ററുകൾ കൈയടക്കുന്ന യുവാക്കളാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ കണ്ടന്റ് കൊടുത്താൽ അതനുസരിച്ച് സിനിമകളുടെ തലവര മാറുമെന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ള രീതിയിൽ ഇനി നമ്മുടെ മലയാള സിനിമ മാറേണ്ടി വരും. അതിന് ആഗോള, നേരത്തെ പറഞ്ഞതുപോലെ പാൻ ഇന്ത്യ ലെവലിലൊക്കെ മാറണമെങ്കിൽ അങ്ങനെ ഒരു പ്രേക്ഷക സമൂഹത്തെ കൂടി ലക്ഷ്യം വെക്കേണ്ടി വരുമെന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. ഒരു വരിയും കൂടെ അതിന്റെ അശ്വന്ത് കോക്ക് അടക്കമുള്ളവരുടെ ശക്തമായ റിവ്യൂ ഒരു സൈഡിൽ വേണം, അതോടൊപ്പം തന്നെ മറുഭാഗത്തും വേണം. അങ്ങനെയാണ് അതിന്റെ ചെക്സ് ആൻഡ് ബാലൻസസ് പോകുന്നത്. എന്നും ഒരു അഡ്വേഴ്സോറിയൽ റോൾ അല്ലെങ്കിൽ എതിരുള്ള റോളിൽ തന്നെ റിവ്യൂവേഴ്സ് വേണം. കാര്യം റിവ്യൂവേഴ്സ് ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് നിൽക്കും. പലപ്പോഴും നമ്മുടെ സിനിമ, ആരെയും പേരെടുത്ത് പറയില്ല, വളരെ മോശം കോണ്ടന്റ് പല കാലത്ത് കൊടുത്തിരുന്നു, പ്രേക്ഷകരെ ഡിസ്റെസ്പെക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം ഞാൻ കമലഹാസന്റെ ഡൈഹാർഡ് ഫാനാണ്. പക്ഷെ മുമ്പത്തെ വിശ്വരൂപം കണ്ടപ്പോൾ ഭയങ്കര, അതായത് നമ്മൾ പ്രേക്ഷകരെ കളിയാക്കുന്ന രീതിയിലാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു ഭാഗത്ത് അങ്ങനെ റിവ്യൂസ് ശക്തമായി വേണം, മറുഭാഗത്ത് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് പരമാവധി അതിനെ എൻകറേജ് ചെയ്യുന്ന രീതിയെ പറ്റുള്ളൂ. കാര്യം ഇതൊരു വ്യവസായം കൂടിയാണ്, ഇതൊരു ഇൻഡസ്ട്രി കൂടിയാണ്. ഇപ്പൊ സജി നന്ദിയാട് സാറിന്റെ പെർസ്പെക്ടീവിൽ എല്ലാ സിനിമയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡെ അദ്ദേഹത്തെ എടുക്കാൻ കഴിയും. നേരെ മറിച്ച് അശ്വന്ത് കോക്കിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? നല്ലതെന്ന് പറയും, ചീത്ത എന്ന് പറയും. പക്ഷെ സജി നന്ദിയാട് സാറിന് എല്ലാ സിനിമയും പ്രൊട്ടക്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡെ എടുക്കാൻ കഴിയും. കാര്യം അവരുടെ നിലപാട് തറയിൽ നിന്ന് അതേ പറ്റുള്ളൂ. അവിടെയാണ് നമുക്ക് നല്ല കോണ്ടന്റ് വേണം, യൂത്തിന് അപ്പീൽ ചെയ്യണം. എസ്പെഷ്യലി യൂത്ത് കൂടുതൽ പോകുന്ന ഒരു യങ്സ്റ്റർ ഏജ് ഗ്രൂപ്പ് 18 to 35 അല്ലെങ്കിൽ ഒരു 15 to 40 ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിന് അപ്പീൽ ചെയ്യണം. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും വരണം, യങ്സ്റ്റേഴ്സിന് വൈബ് ഉണ്ടാകണം. സിനിമ ഫാമിലീസും ഒരുപക്ഷെ അതിനുശേഷം വരുന്ന രീതിയിൽ ആകണം. ആ രീതിയിൽ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന, ഇപ്പം പാൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് ഒരു സെൻസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം ഇത് വലിയൊരു മാർക്കറ്റാണ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മുടെ മലയാളീസ് ഔട്ട്സൈഡ് ഇന്ത്യ വലിയൊരു മാർക്കറ്റാണെന്ന് പലപ്പോഴും വേണ്ട രീതിയിൽ ലെവറേജ് ചെയ്യാറില്ല. അപ്പം ദുബായ് മാർക്കറ്റ് വളരെ വൈബ്രന്റ് ആണ്, യൂറോപ്യൻ മാർക്കറ്റ് വൈബ്രന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്, US മാർക്കറ്റ്. ഈ രീതിയിൽ വലിയ കാര്യം വേണം. അപ്പൊ യൂട്യൂബ് അടക്കമുള്ള ഡിജിറ്റൽ മീഡിയയിൽ ഇതിന്റെ റീൽസ് അടക്കം ഒരു തരംഗം ഉണ്ടാക്കും. അപ്പൊ ഈ രീതിയിൽ ഒരു ഫാഷൻ ഐക്കൺ, ഉണ്ണി വളരെ സുന്ദരനുമാണ് കാണാൻ, ഒരു ഫാഷൻ ഐക്കണാണ് ഉണ്ണി. ആ രീതിയിൽ ഒരു ഫാഷൻ ഐക്കൺ വേണം, അതിനോടനുബന്ധമായ കാര്യങ്ങൾ വേണം. ആ രീതിയിൽ കോണ്ടന്റ് നന്നായിരിക്കണം, സബ്ജക്ട് നന്നായിരിക്കണം. അതെന്നാ വെറും ഒരു ബ്ലാൻഡ് ആകരുത്, അല്ലെങ്കിൽ വെറും വയലൻസിന് വേണ്ടി വയലൻസ് ആകരുത്. വയലൻസിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാകണം. ഇപ്പൊ ആനിമൽ, രൺബീർ കപൂറിന്റെ ആനിമൽ ഹിറ്റ് ആകുന്നതിന്റെ റീസൺ എന്താ? അല്ലെങ്കിൽ കബീർ സിംഗ് ഹിറ്റ് ആകുന്നതിന്റെ റീസൺ എന്താ? അപ്പം ആൾക്കാർ കണക്ട് ചെയ്യുന്ന, അവരുടെ ആത്മാവിനെ ടച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആകണമെന്നില്ല, എല്ലാ സമയത്തും ബൗദ്ധികത മാത്രം വേണമെന്നല്ല. അതും നല്ലതാണ്, അതും നല്ല രാഹുൽ. നമ്മുടെ ഒരു രീതി, നമ്മുടെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്ത ഇൻഡസ്ട്രി കൂടിയാണ്. അത്തരം സിനിമകൾ ചിന്തിക്കേണ്ടി വരും. അല്ല, ഈ ജനപ്രീതിയും കലാമൂല്യവും വേണം. അവിടെയാണ് കറക്റ്റ് കാര്യം. ജനപ്രീതി വേണം, എന്നാൽ കലാമൂല്യവും വേണം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് ആൻഡ് ബ്ലെൻഡ്. ഇപ്പൊ ഓസ്കാർ അടക്കമുള്ളവർ അങ്ങനെ ഒരു യാഡ് സ്റ്റിക്കിലാണ് കൊടുക്കുന്നത്. ജനപ്രീതിയുണ്ട്, കലാമൂല്യമുണ്ട്, രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന സിനിമകൾ
പോപ്പുലർ സിനിമകളും വേണം. മറ്റേ പഴയ രീതിയിൽ ഒരു പട്ടി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു, ആകാശത്തുനിന്ന് മഴ വീഴുന്നു, ആ പട്ടി കുടഞ്ഞിട്ട് പോകുന്നു, ഇതൊരു 10 മിനിറ്റ് മോശമായിട്ട് പറയല്ല. ആർട്ട് സിനിമകൾക്ക് അതിൻ്റെതായ ഒരു പാരലൽ സിനിമയുടെ ബഹുമാന്യതയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം വേണം. ആത്യന്തികമായി സാധാരണക്കാരൻ എന്റർടൈൻ ചെയ്യാനും, അവന് ഉള്ളിൽ തട്ടണം, അവന്റെ ആത്മാവിനെ സ്പർശിക്കണം, മനസ്സിനെ തൊടണം, അവന് കൊണ്ടുപോകാൻ ടേക്ക് അവേസ് വേണം. ഇങ്ങനെ എല്ലാം കൂടുള്ള സിനിമകളാകുമ്പോഴാണ് ആ ചേരുവയാണ്, ആ മാജിക്കൽ ഫോർമുലയാണ്. ഈ ഫോർമുല എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ ആ ഫോർമുലയിലാണ് ഈ കാര്യം. അല്ലെങ്കിൽ ഫോർമുല, അല്ലെങ്കിൽ ചേരുവ, അല്ലെങ്കിൽ ഇക്വേഷൻ, എന്ത് വിളിച്ചാലും ആ മാജിക്കൽ ഇക്വേഷൻ വേണം. എല്ലാവർക്കും ആ മാജിക്കൽ ഇക്വേഷനാണ് ആഗ്രഹം, പക്ഷെ എല്ലാവർക്കും അത് കിട്ടാറില്ല. എന്നാൽ എല്ലാ സിനിമയും ഹിറ്റ് ആവുമല്ലോ. ആ മാജിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും, അതിനെ നമുക്ക് ഇവരെ പരമാവധി പ്രൊമോട്ട് ചെയ്യാം. ആ അർത്ഥത്തിൽ പുതിയ പുതിയ ഇത്തരം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാകട്ടെ. അതിലൂടെയാണ് നമ്മുടെ സിനിമയും നമ്മുടെ സംസ്കാരവും ഒക്കെ വളരുന്നത്. തീർച്ചയായും. അശ്വന്ത്, അവസാനമായി മാർക്കോ മലയാള സിനിമയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? മാർക്കോ, താങ്കൾ സിനിമ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ ഇനിയുള്ള സിനിമാ മേഖലയ്ക്ക് ഇത്തരം സിനിമകൾ ആവശ്യമാണ്. കൃത്യമായി തന്നെ എന്താണ് പ്രേക്ഷകൻ്റെ പൾസ് എന്നുള്ളത് മനസ്സിലാക്കിയുള്ള സിനിമകളുടെ നിർമ്മാണത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ള ഒരു ബിസിനസ്, വലിയ ഇൻഡസ്ട്രി ആണല്ലോ. അങ്ങനെ ഒരു ചിന്ത കൂടി ഇത് ഉയർത്തുന്നുണ്ടോ? അതെ, മാർക്കോ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എത്തിക്കൽ സൈഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കോ മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്, ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഏതാണ് ജോൺറ എന്ന് മനസ്സിലാക്കുക, ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് കൃത്യമായി മാർക്കറ്റ് ചെയ്യുക, എന്നിട്ടത് പ്രേക്ഷകരിൽ എത്തിക്കുക. പിന്നെ അത് പ്രേക്ഷകർ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ കോണ്ടന്റ് ക്വാളിറ്റി വേണം, അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി വേണം, അത് ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം, ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ഇത്രയും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ ഹ്യൂജ് സക്സസ് ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് മാർക്കോ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് ഭാഷകളിലും എല്ലാം കൂടെ ഹിറ്റാവും എന്നുള്ളതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ്. പിന്നെ ഈ ഒരു ജോണർ എടുക്കുന്ന സമയത്ത്, ഇത്രയും വയലന്റ് സിനിമകൾ എടുക്കുന്ന സമയത്ത് മാർക്കോ വലിയൊരു ബെഞ്ച് മാർക്കാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു വയലന്റ് സിനിമ വന്നാൽ ഇനി ആളുകൾ സാറ്റിസ്ഫൈഡ് ആവും. അപ്പം അത്രയും മികച്ച റൊമാൻറ്റിക് സിനിമ വന്നു കഴിഞ്ഞാൽ ആളുകൾ അടുത്ത റൊമാൻറ്റിക് സിനിമ കമ്പയർ ചെയ്യുക ആ ഒരു സിനിമയായിട്ടായിരിക്കും. അത് എല്ലാ ജോണറിലും അങ്ങനെ തന്നെയാണ്. അത് ലോക സിനിമകളായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പം മാർക്കോ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഇനിയൊരു വയലന്റ് കോണ്ടന്റ് ഉള്ള സിനിമ ഇറങ്ങുന്ന സമയത്ത് മാർക്കോ ആയിട്ട് കമ്പയർ ചെയ്യപ്പെടും. അങ്ങനെ ഒരു സിനിമ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മാർക്കോയാണ് ചർച്ച ചെയ്തത്. കാരണം ഇന്ന് മാർക്കോ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നന്ദി ശ്രീ അശ്വന്ത് കോക്ക്, ഒപ്പം രാഹുൽ ഈശ്വർ, ശ്രീ രാഹുൽ മുരളി ഈ ചർച്ചയുടെ ഭാഗമായതിന്. മാർക്കോ മലയാള സിനിമയ്ക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം, ഒരു പാഠമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം പറഞ്ഞതാണ് എന്താണ് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത്, ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായ അളവിൽ പരുവത്തിൽ അതേ മനോഭാവത്തോടെ സിനിമ കാണാൻ പോയിരിക്കുന്നവർക്കാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ളവർ കാണരുത് എന്ന് അതിൽ അഭിനയിച്ച ആളുകൾ തന്നെ പറയുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കാണരുത് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബമായി പോലും സ്ത്രീകളെ അടക്കം കൊണ്ടുപോയി കാണരുത് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമ കൂടിയാണ് മാർക്കോ എന്നുകൂടി ചേർത്ത് വെക്കണം. പക്ഷേ അത് ആഗ്രഹിക്കുന്നവർക്ക്, അത്തരം സിനിമകൾ കാണാനുള്ള മനസ്സുള്ളവർക്ക് വളരെ കൃത്യമായി തന്നെ ആ സിനിമ പോയി കാണുകയും ആസ്വദിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും ഈ ചർച്ച പൂർണ്ണമാവുകയാണ്. നമസ്കാരം.